2 ദിവസങ്ങളിലായി കോട്ടയത്ത് നടന്ന അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ ക്യാമ്പ് സമാപിച്ചു. ക്യൂബൻ സ്വേച്ഛാധിപതിയായിരുന്ന ബാറ്റിസ്റ്റയുടെ അതേ പാതയാണ് നരേന്ദ്രമോദി പിന്തുടരുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാരിന്റെ അന്ത്യത്തിന്റെ ആരംഭത്തിലാണ് തുടക്കമായതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വ്യക്തമാക്കി. 2 ദിവസങ്ങളിലായി അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ സംസ്ഥാന ക്യാമ്പാണ് കോട്ടയത്ത് നടന്നത്. സമാപന ദിവസം നടന്ന ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനം MA ബേബി ഉദ്ഘാടനം ചെയ്തു. പല രീതിയിലും നരേന്ദ്രമോദി ഭരണത്തിന് ബാറ്റിസ്റ്റയുമായി സാമ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള നിർദ്ദേശം കിട്ടിയവരെ അപ്പം തട്ടിയേക്കണം. ഇപ്പൊ ഈ മാവോയിസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്തത് ബാറ്റിസ്റ്റ നൽകിയ നിയമവിരുദ്ധമായ നിർദ്ദേശം, കിട്ടുന്നവരെല്ലാം അവിടെ വെച്ച് കൊന്നേക്കണമെന്നുള്ള ഉദ്ദേശം, അത് നിയമപരമല്ല, ഭരണഘടനാപരമല്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ഫിഡലിനോട് ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ സ്വയം ഐഡന്റിഫൈ ചെയ്യരുത്. രാജ്യത്തെ ഫാസിസ്റ്റ് സർക്കാരിന്റെ അന്ത്യത്തിന്റെ ആരംഭത്തിനാണ് തുടക്കമായിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. അതൊന്നെ അവസാനമല്ല, പ്രഗതിയുടെ ആരംഭമാണ്. ഒന്നാമത്തെ ആരംഭവേദനതാണ്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് ദ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് ഞാൻ പറയും. ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അന്ത്യത്തിന്റെ ആരംഭമാണ് നാം ഇന്നലെ കണ്ടത്. ഡൽഹി സമരത്തിന്റെ വിജയസൂചകമായി MA ബേബിക്ക് ബിനോയ് വിശ്വം ഇന്ത്യൻ ഭരണഘടന കൈമാറി. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ, അഡ്വക്കേറ്റ് BB വിനു ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.